ഇതിന് പറ്റിയിട്ടുള്ള കിടിലം പുഡിംഗാണ്. ഇതിന് വേണ്ടി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ക്രീം ചീസ് വേണം. ഞാൻ ഇവിടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു ടിന്നിന്റെ പകുതിയോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേറെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട. നന്നായി മിക്സ് ആയതിനു ശേഷം 1.5 കപ്പ് പാല് ചേർക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി പുഡിംഗ് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇതാ ട്രേയിലോട്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മീതെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. മീതെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഒരു ലെയർ ഫില്ലായതിനു ശേഷം നമുക്ക് ഇനി അടുത്ത ലെയർ കൂടെ വെച്ച് കൊടുക്കുക. ഞാനിവിടെ 3 ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ മീതെ പാല് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മീതെ പിസ്ത ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പിസ്ത മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം, പിസ്ത, കാഷ്നട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ചിട്ട് അതും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതാ 3ാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. അതിനുശേഷം പാല് കൂടെ ഒഴിച്ചു കൊടുക്കുക. മീതെ പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 3 ലെയറും ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി 4 മണിക്കൂറിന് ശേഷം സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ കൂടുതൽ നേരം വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആണ്. ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ആവേണ്ട ഒരു 4 മണിക്കൂർ ടൈം മാത്രം മതി. സ്റ്റൗ ഓൺ ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ പുഡിങ്ങിലേക്ക് നേരത്തെ ബാക്കി വെച്ച പാല് കൂടെ ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.